ഹായ് ഓൾ. നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നത് എന്താണ്, ഒന്നെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് പറയാൻ കാരണം കൊണ്ട് അടുപ്പിച്ച് 3 റെഡ് ക്യാൻഡിൽ വന്നിരുന്നു. ഇനി സാധാരണ ഇതിൽ മാർക്കറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യൽ പിന്നെ പിറ്റത്തെ ദിവസത്തെ ട്രേഡിംഗ് ഡേയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വ്യൂവിലാണ് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ എന്തെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കലുണ്ട്. എൻ്റെ വ്യൂവിലുള്ള ട്രേഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നു. കിട്ടിയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ചാനലിൽ നിങ്ങൾ 1-2 ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് ഇത് കൊടുക്കുക. കാരണം വെച്ചാൽ കാര്യം കാണുന്നുണ്ട്, കാണട്ടെ, കുറച്ച് വ്യൂസൊക്കെ കൂടട്ടെ. കാരണം വ്യൂസൊക്കെ കുറച്ച് കുറവാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. എന്നാലും നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ, ഉഷാറുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. നാളത്തെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 24,900 ആണ്. 24,900 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറച്ച് താഴെ 24,820 ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയിട്ട് 24,900 എത്തിയിട്ട് ആ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോയി ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ല 24,900 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 25,000 വരെ മാർക്കറ്റിന് പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് മാർക്കറ്റിനുണ്ട്. പിന്നെ താഴത്തുള്ളൊരു സപ്പോർട്ട് പറഞ്ഞാൽ 24,770 ആണ്. 24,770 എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും കൂടി റിവേഴ്സ് ആവാമെന്നാണ് തോന്നുന്നത്. പക്ഷേ റിവേഴ്സിന് അത്രയും നോക്കുന്നില്ല 24,770 എന്ന്. അത് ബ്രേക്ക് ചെയ്ത് അതും താഴേക്ക് പോകുന്നുണ്ട്. 24,700 വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 24,770 സപ്പോർട്ട് അത്ര സ്ട്രോങ് അല്ല, എങ്കിൽ ചെറുതായിട്ടൊന്നും മൂവ്മെൻറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. 24,700 പിന്നീട് ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. തൊട്ട് താഴെ 24,650 ഒരു സപ്പോർട്ടും ഉണ്ട്. നാളെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ്, അതായത് 24,900 മുകളിലാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ താഴത്തേക്ക് വന്ന ശേഷം 24,900 റിവേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. മിക്കവാറും അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ വരാനാണ് സാധ്യത. അല്ല 24,900 താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മുകളിലേക്ക് പോയിട്ട് 24,900 റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് പി സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ പി സൈഡിലേക്കാണ് നോക്കുന്നത്. ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പി സൈഡിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വ്യക്തമായില്ലേ. ഇനി അടുത്തത് വെച്ചെങ്കിൽ സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,770 ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ താഴത്തേക്ക് പോയി ട്രേഡ് എടുക്കും. അല്ലെങ്കിൽ മുകളിലേക്ക് പോയിട്ട് 24,900 ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പി സൈഡിലേക്ക് പോയി ട്രേഡ് എടുക്കും. അപ്പോൾ ഇത്രയും ലെവലുകളാണ് നാളത്തേക്ക് പറയാനുള്ളത്. നാളത്തെ എനിക്കൊരു കൃത്യമായി ഇന്ന സൈഡിലേക്ക് ഒരു വ്യൂ ഞാൻ വെക്കുന്നില്ല. കാരണം വെച്ചാൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് എടുക്കാം. മിക്കവാറും ഡൗൺ സൈഡിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിന്. എങ്കിലും ആ ഡൗൺ സൈഡിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ലെവലുകൾ നോക്കിയിട്ട് മാത്രമേ നാളെ ട്രേഡ് എടുക്കുന്നുള്ളൂ. കൃത്യമായി ലെവൽ നോക്കുക. ആ ലെവലുകളിലേക്ക് എത്തും ഞാൻ പി സൈഡിലേക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ കൃത്യമായി സ്റ്റോപ്പ് ലോസ് അതിന് മുകളിൽ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് നല്ലതുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. എന്നാലും നമുക്ക് നാളെ നോക്കാം എന്താവുന്നുള്ളത്. ഓക്കെ.